മടവൂരാരാ പടച്ചോനാണോ? ചോദിച്ചവരോട് ചൊല്ലി, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ അറിഞ്ഞോളീ. കൊച്ചു കേരളത്തിൽ ഒരു പാട്ടുകാരൻ ഇപ്പോൾ പാട്ടും പാടി നടക്കുകയാണ്. മടവൂരാരാ പടച്ചോനാണോ? ചോദിച്ചവനോടി ചൊല്ല്, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. മടവൂരാരാ പടച്ചോനാണോ? ചോദിച്ചവനോടി ചൊല്ല്, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. മടവൂര് മടവൂര്. നോക്കൂ നിങ്ങൾ, അയാൾ പാടിയ പാട്ടാണത്. മടവൂരിനെ കുറിച്ച് കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുമ്പോൾ പടച്ചവൻ എന്ന് മടവൂരിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താ പറയാൻ ബാക്കി? കേട്ടോളൂ, ഓരോന്നോരോന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. നിങ്ങൾ നോക്കൂ, മടവൂരിനെ കുറിച്ച് ഇന്ന് സമൂഹത്തിൽ അമിത പ്രശംസകൾ, പരിധിവിട്ട പുകഴ്ത്തലുകൾ എന്തൊക്കെയാ പറയുന്നത്. ഒന്ന് പടച്ചവൻ എന്ന് തന്നെ പറഞ്ഞു. അറേബ്യയിലെ മുശ്രിക്കുകൾ പോലും, അബൂജഹിലിനോട് പോലും ആരാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ് പടച്ചവനെന്ന് ചോദിച്ചാൽ അള്ളയാണെന്നാണ് അബൂജഹിലടക്കമുള്ള മുശ്രിക്കുകൾ പറഞ്ഞത്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളയല്ലാതെ നിങ്ങൾക്കൊരു പടച്ചവനുണ്ടോ എന്ന റബ്ബിന്റെ വെല്ലുവിളിക്ക് ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ അന്നത്തെ മുശ്രിക്കിന് പോലും ധൈര്യം വന്നിട്ടില്ല. എന്നിട്ടിതാ ഇന്ന് മടവൂരിനെ പൊക്കി പൊക്കി പറഞ്ഞിട്ട് മടവൂര് പടച്ചോനാണത്രേ. തീർന്നില്ല. പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖന മടവൂർ വലി. പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസുലായ നൂറേ ശൈഖന മടവൂർ വലി. രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ ശൈഖന മടവൂർ വലി. ആലമാകെ പോറ്റിടുന്ന അർശിന്റെ നാഥനാണത്രേ. അപ്പൊ ആലമാകെ പോറ്റുന്നവെന്ന് പറഞ്ഞാൽ അതിന്റെ അറബി എന്താ? റബ്ബുൽ ആലമീൻ, ലോകരെ മുഴുവനും പരിപാലിച്ച് പോറ്റുന്ന റബ്ബ്. അതും മടവൂരിനെ കുറിച്ച് പാടി. അർശിന്റെ നാഥനാണ്. അർശ് എന്ന് പറയുന്ന മഹത്തായ വലിയ സിംഹാസനം റബ്ബിൻ്റെതല്ലേ? അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. ആ മഹത്തായ സിംഹാസനം അത് റബ്ബിൻ്റേത് മാത്രമാണല്ലോ. അതിൻ്റെയും ഉടമയാണത്രേ, നാഥനാണത്രേ മടവൂര്. മാലിക്കുൽ മുൽക്കാണത്രേ, മാലിക്കുൽ മുൽക്കാണത്രേ. അള്ളാഹുവിനോട് മുഅ്മിനീങ്ങൾ തേടുമ്പോ പറയുന്ന ചോദ്യമാണ്, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ എന്നിങ്ങനെ അല്ലാഹുവേ, മാലിക്കുൽ മുൽക്കായ അല്ലാഹുവേ, ആ അല്ലാഹുവിന്റെ ഗുണവിശേഷണം അതേ രൂപത്തിൽ തന്നെ ഇവിടെ മടവൂരിനെ കുറിച്ചും പറഞ്ഞു. പാപികൾക്കൊക്കെ അത്താണിയാണ്, അഥവാ തൗബ സ്വീകരിക്കുന്ന തൗവാബാണത്രേ. എല്ലാം പുറത്തു കൊടുക്കുന്ന ഗഫാറും ഗഫൂറുമാണത്രേ. കരുണാനിധിയാണത്രേ, റഹ്മാനാണത്രേ, റഹീമാണത്രേ. എല്ലാ രോഗികൾക്കും ആശ്വാസമേകുന്ന ഷാഫിയാണത്രേ. സർവർക്കും അവലംബിക്കാവുന്ന അവലംബ കേന്ദ്രമാണത്രേ. എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര റഹ്മാനായ റബ്ബിന്റെ മാത്രമുള്ള ഗുണവിശേഷണങ്ങൾ മടവൂരിന്റെ പേരിൽ പാട്ടായിക്കൊണ്ട് നമ്മുടെ കേരളത്തിലൂടെ മലയാളത്തിൽ അങ്ങനെ പാട്ടുപാടി നടക്കുന്നു.